വായിച്ച ഈ 17-ാം തീയതിയായിരുന്നു പത്തനംതിട്ടയിൽ ഈ സ്ഥാനാർത്ഥികളുടെ EVM മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നം പതിക്കുന്നതും ഒപ്പം തന്നെ ഈ മോക്ക് പോളിംഗും നടന്നത്. ഇതിൽ ഈ പൂഞ്ഞാർ മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കോളേജിൽ, സ്വകാര്യ കോളേജിൽ വെച്ചായിരുന്നു ഇത് നടന്നത്. ഈ 101-ാം അസംബ്ലി മണ്ഡലം, അതായത് പൂഞ്ഞാറിലെ 101-ാം അസംബ്ലി മണ്ഡലത്തിലെ ഒരു EVM മെഷീനുകൾ പരിശോധനയിലാണ് 175 മെഷീനുകളാണ് അവിടെ പരിശോധിച്ചത്. ഇതിൽ 5 എണ്ണത്തിൽ പ്രശ്നങ്ങൾ കണ്ടു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതായത് ഇവിടെ പത്തനംതിട്ടയിൽ നോട്ടയടക്കം 9 വോട്ട്, അതായത് 8 സ്ഥാനാർത്ഥികളും ഒരു നോട്ടയടക്കം 9 വോട്ടുകളാണ്. ഈ 9 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ ഈ VVPAT-ൽ വന്നത് 10 എണ്ണമാണ്. അതിൽ ഒരെണ്ണം ഈ അധികമായി വന്നത് ഈ BJP സ്ഥാനാർത്ഥിയുടെ BJP താമര ചിഹ്നമായിരുന്നു എന്നാണ്. ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ജില്ലാ കളക്ടർ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ ജില്ലാ കളക്ടറെ വിവരം ധരിച്ചു. ജില്ലാ കളക്ടർ വന്ന് അത് പരിശോധിച്ചപ്പോൾ ഇത് സാങ്കേതികമായ തകരാർ, അതായത് ഈ ടൈം സെറ്റ് ചെയ്യുന്നതിൽ ഉണ്ടായ തകരാർ മൂലം ഈ ഒന്നാമത്തെ സ്ഥാനാർത്ഥിയായ അനിൽ കെ ആന്റണിയുടെ ഒരു തവണ കൂടി ഇതിൽ വന്നതാണ്. ഇത് അപ്പോൾ തന്നെ പരിശോധിക്കുകയും വീണ്ടും മോക്ക് പോളിംഗ് ഒന്നിലധികം തവണ നടത്തി ഒരു പ്രശ്നവും